ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് അനുസരിച്ച് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ്. 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ സെക്കൻഡ് സെക്ഷൻ ക്രിയാവിശേഷങ്ങൾ അഥവാ സ്പെഷ്യൽ ഓപ്പറേഷൻസ്. അതിൻ്റെ തിയറിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ. സോ അത് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഇതിൽ നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ തന്നിരിക്കുന്ന 2 പ്രോബ്ലംസ്. അപ്പോൾ ഈ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനുള്ള ഐഡിയ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് റെഫർ ചെയ്തിരിക്കണം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 2 സൊല്യൂഷൻ ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് and guess generalization, then prove it using algebra. ചുവടെ പറയുന്ന ഓരോ കാര്യവും പല സംഖ്യകളെടുത്ത് പരിശോധിക്കുക, അവയിൽ നിന്ന് പൊതുവായ ഒരു തത്വം ഊഹിക്കുക, ഊഹിച്ചത് ശരിയാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങളോട് തന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർ പറയുന്ന അനുസരിച്ചുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യുക, സംഖ്യകളെടുത്ത് അവർ പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ പൊതുവായൊരു തത്വം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതിൽ ഒരു ജനറലൈസേഷൻ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഓൾജിബ്ര യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം, ബീജഗണിത രൂപത്തിൽ എഴുതണം കേട്ടോ. നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers, one of which leaves remainder 1 on division by 3 and other remainder 2. അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് വേണം, if we dividing a number by 3, it should leave a remainder 1 and another number leaves a remainder 2, and what will be the product gives a remainder while dividing by 3. ഓക്കെ, അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ശിഷ്ടം വരണം, 2 ശിഷ്ടം വരണം. ആ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ്, ആ ഗുണനഫലത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം വരും എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എഴുതും, 3n+1 അല്ലേ, 3n+1. ഇനി അടുത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം, 3n+2 അല്ലേ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ n എടുത്തു, ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓക്കെ ഇതിവിടെ നോട്ടെ. അപ്പോൾ ഈ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിന് 3n+1ഉം 3n+2, അതായത് ആ നമ്പേഴ്സ് എന്തായിരിക്കും, 3ന്റെ മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്ത നമ്പേഴ്സ് ആയിരിക്കും. എന്താ, ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്. 1 ശിഷ്ടം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, അത് 3ന്റെ ഗുണിതങ്ങളോടെ 1 കൂട്ടിയതായിരിക്കണം. അതുപോലെ ഇവിടെ എന്താണ്, 3ന്റെ ഗുണിതങ്ങളുടെ കൂടെ 2 കൂട്ടിയതായിരിക്കും എന്ത്, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന നമ്പേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും, 3യുടെ മൾട്ടിപ്പിൾസ് എന്താണ്, ആദ്യം 3യുടെ മൾട്ടിപ്പിൾസ് എന്താണ്, 3, 6, 9, 12, 15 ഇതൊക്കെയാണെന്ത്, 3ന്റെ ഗുണിതങ്ങൾ അല്ലേ. അപ്പോൾ ഇനി ഇതിൽ 3 കൊണ്ട് ഗുണിച്ചാൽ 1 ശിഷ്ടം, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്നത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 റിമൈൻഡർ വരുന്നത് എന്തൊക്കെ ആയിരിക്കും, 3+1 4, 6+1 7, 9+1 10, 12+1 13, 15+1 16 ഇതൊക്കെ ആയിരിക്കുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരിക. ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നത്, അതായത് നമുക്ക് 3n+1 എന്ന് എഴുതാം. ഇതോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നത് എന്തൊക്കെ ആയിരിക്കും, 3+2 5, 6+2 8, 9+2 11, 12+2 14, 15+2 17 ഇതൊക്കെയാണ് ആ നമ്പേഴ്സ്. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, സോ ഇതിൽ ഇനി ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് എന്ത് വേണം സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ 2 ക്വസ്റ്റ്യൻസ് 2 എണ്ണം മോഡൽ ഞാൻ ഇവിടെ ചെയ്യുന്നു, ബാക്കിയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈ നമ്പേഴ്സ് ഓർമ്മയുണ്ടല്ലോ. സോ ഈ നമ്പേഴ്സിൽ നിന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്നു 4 × 5.
4 into 5 മീൻസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതൊന്ന് 4 എടുക്കുന്നു, ഇതിൽ നിന്ന് 5 എടുക്കുന്നു കേട്ടോ. സോ 4 into 5 എന്ത് വരും, ദാറ്റ് ഈസ് 20. ഇനി അടുത്ത് 20 ഇനി എന്ത് ചെയ്യണം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. 20 divided by 3 എന്ത് വരും, 20 divided by 3 ചെയ്താൽ 3 യുടെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 20ക്ക് അടുത്ത് വരിക, 20ക്ക് താഴെ വരുന്ന ഏതാണ്, അല്ലെങ്കിൽ 20യോ 20യുടെ താഴെ ആവുന്നതാണ് 18 അല്ലേ, 18 ആണ് കിട്ടുക. സോ റിമൈൻഡർ എന്ത് വരും, റിമൈൻഡർ ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും, 2 വരും അല്ലേ. 20 divided by 3 എന്താണ്, 18 ആണ് നമുക്ക് മാക്സിമം പോവുക 6 times, റിമൈൻഡർ 2 വരും. അടുത്ത് നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതാം, ഒന്നുകൂടെ അപ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. അതായത് ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ മിശ്രഭിന്ന രീതിയിൽ ഇങ്ങനെ എഴുതാം. ഇത് 6 2/3. അടുത്ത് മറ്റ് രണ്ട് നമ്പേഴ്സ് എഴുതാലോ. ഏതൊക്കെ എടുക്കാൻ നമുക്ക് 7ഉം 8ഉം എടുത്ത് നോക്കാം. 7ഉം 8ഉം 7 into 8 എത്ര വരും, 56 അല്ലേ, 56. സോ 56 നമ്മൾ എന്ത് ചെയ്യുന്നു, സോറി 56 divided by 3. So what is 56 divided by 3? So 56 divided by 3 ചെയ്യാൻ അറിയാവോ? ഇത് നമ്മൾ 10-നകത്തുള്ള മൾട്ടിപ്പിൾ, 3യുടെ മൾട്ടിപ്പിൾസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് വരുന്നത് 18 ആണ് കേട്ടോ. സോ ഇറ്റ്സ് നോട്ട് R, 6/2/3. ഓക്കെ, ഇവിടെ വരുന്നത് നമുക്ക് 18 ആണ്. 18 2/3 അല്ലേ, ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. 18 2/3 ആണ് നമുക്ക് വരിക. ദെൻ നമുക്ക് വേറെ രണ്ട് നമ്പേഴ്സ് എടുക്കാം. എന്ത് ചെയ്യാം, 10 into 11, 10 into 11, 10 11 വരുന്നുണ്ട്. നമ്മളിത് നോക്കി അറിയാം, ഇവിടെ 10 ഉണ്ട് 11 ഉണ്ട്. 10 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 110 വരും, 110 വരും അല്ലേ. 110 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാം. 110 divided by 3. സോ വാട്ട് ഈസ് ദാറ്റ്, എങ്ങനെ വരും നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ രീതിയിൽ 36 times 3 ഉണ്ട്. 36 times 36 കോഷ്യന്റ് ഹരണഫലം 36 കിട്ടും. ഡിവൈസർ ഇസ് 3, റിമൈൻഡർ ഇസ് 2 കിട്ടും കേട്ടോ. അതായത് 36 times 3 എന്ന് പറയുന്നത് 108 ആണ്, 108 ആണ്. ബാക്കി 2 ആണ് ശിഷ്ടം വരിക. സോ നോക്കൂ, ഇപ്പൊ ഇതിലെല്ലാത്തിലും റിമൈൻഡർ എന്ന് തോന്നുന്നു, സോറി 2 ആണ് എല്ലാത്തിലും റിമൈൻഡർ വന്നത്. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണ്, 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം 2 ആണ് അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യയുടെയും 2 മിച്ചം വരുന്ന സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം 2 ആണ് എന്ന് ആദ്യം എഴുതുക. ഓക്കെ, 2 ആണെന്ന് ആദ്യം എഴുതുക. നെക്സ്റ്റ് ഇതിന്റെ ജനറൽ ഫോം നമുക്ക് വേണ്ടേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞു 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം, 3m+1 എന്ന് എടുക്കാം. അടുത്ത് മറ്റൊരു സംഖ്യ 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന നമ്പറിന് എന്ത് ചെയ്യാം, 3n+2 എന്ന് എടുക്കാം. സോ ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഇത് നമ്മൾ പ്രോഡക്റ്റ് എടുക്കണം അല്ലേ. ഇതിൽ ഓരോ സംഖ്യയും കൊണ്ട് സം ഓഫ് പ്രോഡക്റ്റ് ആണ്, സോറി പ്രോഡക്റ്റ് ഓഫ് സം ആണ്, തുകകളുടെ ഗുണനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ തുകയിലെ ഓരോ സംഖ്യയും കൊണ്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തെ തുകയിലെ സംഖ്യകളെ ഗുണിക്കുക. അപ്പോൾ 3m into 3n 9mn plus 3m into 2 6m plus 1 into 3n 3n plus 1 into 2 2. സോ റിമൈനിങ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 3 ടേംസ് ഈ 3 ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 കോമൺ ആയിട്ട് എടുത്തൂടെ, 3 കോമൺ ആയിട്ട് എടുക്കാം. സോ ബാക്കി അകത്തുനിന്ന് വരും 3mn പ്ലസ് 2m പ്ലസ് n പ്ലസ് 2. സോ ഇതിപ്പോൾ എങ്ങനെയാ നോക്കി നമുക്ക് എങ്ങനെ തോന്നും, നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത് എന്താണ്, 3n+2 എന്നുള്ള ഫോമിൽ എടുക്കുക. ഇതെല്ലാം കൂടെ എന്താണ്, ഇതൊരു ഇൻറ്റീജർ n-ന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സോ 3n+2 എന്ന് പറയുന്ന ഫോമിലാണ് എടുക്കുക. സോ എന്ത് ചെയ്യും, നമുക്ക് റിമൈൻഡർ എന്ത് വരും, റിമൈൻഡർ വിൽ ബി 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
generalization. So in this form 2 will be the remainder. So it's a general form. Okay, ശരി. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. The remainder got on division by 4 the product of two numbers of which leaves remainder 1. On division by 4 the other remainder 2. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യയുടെയും 2 മിച്ചം വരുന്ന സംഖ്യയുടെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നേരെ വായിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 4n + 1 എന്ന് എഴുതാം അല്ലേ. അടുത്ത് 4 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന സംഖ്യകളെ നമുക്ക് എങ്ങനെ എഴുതാം? 4n + 2 എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു 4ന്റെ മൾട്ടിപ്പിൾസിലൂടെ 1 ആഡ് ചെയ്യുക. 4ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 4, 8, 12, 16 ഇതൊക്കെയാണ് 4ന്റെ കൂട്ടുകൾ അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് വരും? 4n + 1 എന്ത് വരും? 1 കൂട്ടിയാൽ എന്ത് വരും? 5, 9, 13, 17 ഇതൊക്കെ ആയിരിക്കും സംഖ്യകൾ. അടുത്ത് 2 കൂട്ടിയാൽ എന്ത് വരും? 6, 10, 14, 18 ഇതൊക്കെ ആയിരിക്കും നമ്പേഴ്സ്. അപ്പോൾ ഇവ തമ്മിലുള്ള പ്രോഡക്റ്റ്, ഇത് തമ്മിലുള്ള ഗുണനഫലം എടുക്കുക. എന്നിട്ട് അതിന് വേണ്ടി എന്താണ് 4 കൊണ്ട് വയ്ക്കുമ്പോൾ എന്ത് ശിഷ്ടം കിട്ടും നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കണക്കെടുക്കാം. ഫസ്റ്റ് നമുക്ക് 5ഉം 6ഉം എടുക്കാം. ഓക്കെ, 5ഉം 6ഉം എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 5 × 6 5 × 6 30. അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? 30 / 4. 30 / 4 നമുക്ക് എന്ത് കിട്ടും? 7 × 4 എന്ത് വരും? 28 അല്ലേ, 28. സോ നമുക്ക് എന്ത് ചെയ്യാം? 7 × 4 എന്താണ് ഡിവൈഡ് ചെയ്തത്? 4 കൊണ്ട് റിമൈൻഡർ 2 വരും അല്ലേ. 28 പോയി കഴിഞ്ഞാൽ റിമൈൻഡർ 2 അല്ലേ. അപ്പോൾ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ രീതിയിൽ എഴുതുമ്പോൾ മുകളിൽ വരുന്നതാണ് എന്ത്? റിമൈൻഡർ അല്ലേ. നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ എഴുതാം? 4 × 7 + 2. So this will be the remainder. നെക്സ്റ്റ്, ഇതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. 9ഉം 10ഉം എടുത്തൂടെ? 9ഉം 10ഉം എടുക്കാം. 9ഉം 10ഉം എടുക്കുമ്പോൾ എന്ത് 90 വരും. ദെൻ 90 / 4 ചെയ്താൽ എന്ത് വരും? 90 / 4 28 ടൈംസ് പോകും. അപ്പോൾ 88 ആവും. 88. അപ്പോൾ 4 × 28 4 × 28 എന്ത് വരും? സോറി 4 4 × 22 കേട്ടോ. സോറി, ഇറ്റ്സ് നോട്ട് 28, 22. അപ്പോൾ 88, 88 + 2. 88 + 2 ആണെന്ത്? 90. സോ ഇവിടെ എന്ത് ചെയ്തു? 2 ആണ് റിമൈൻഡർ ഉള്ളത്. ഇനി വേറെ നമ്പേഴ്സ് എടുക്കാം. 13ഉം 14ഉം എടുത്താലോ? 13 × 14 13 × 14 എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 182 എന്ന് കിട്ടും. ദിസ് 182 / 4 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 45 ടൈംസ് 4 എത്ര ടൈംസ്? 45 ടൈംസ് പോകുന്നു. അപ്പോൾ എന്താ? നമുക്ക് 180 വരും. 45 45 × 4 180. ബാക്കി എന്തുണ്ട്? 2. സോ ഇവിടെ എല്ലാം എന്താണ്? റിമൈൻഡർ 2 കിട്ടുന്നു അല്ലേ. ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എത്ര കിട്ടുന്നു? 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ജനറൽ ഫോമിൽ എഴുതിയാലോ? ഇങ്ങനെ ജനറൽ ഫോമിൽ എഴുതും. നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാക്കി കിട്ടുന്ന നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. 4m + 1. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിനെ 4n + 2 എന്ന് എടുക്കും. സോ വാട്ട് ഈസ് ദ ആൻസർ? 4m × 4n 16mn + 4m × 2 8m + 1 × 4n 4n + 1 × 2 2. സോ വാട്ട് ഇതിൽ നിന്ന് കോമൺ എന്തെടുക്കുക? ഈ 3 ടേമിൽ നിന്ന് കോമൺ ആയിട്ട് 4 എടുക്കുക അല്ലേ. സോ ഇറ്റ് ഈസ് 4 കോമൺ എടുക്കുക. 4mn ഇതിൽ 4mn ഇതിൽ +2m + n. ഓക്കെ, +2. സോ ദിസ് ഇസ് ദ ജനറൽ ഫോം. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെയല്ല കിട്ടിയത്. 4 × something + 2 4 × something + 2 4 × something + 2 അല്ലേ. അപ്പോൾ എന്താണ്? ഇതാണ് ജനറൽ ഫോം. സോ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യും? ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, if you divide this number by 4 you will get a remainder 2. ഓക്കെ, സോ ഇതാണ് എൻ്റെ ജനറൽ ഫോം, ഓൾജിബ്രൈക് ഫോം കേട്ടോ.
എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഇനി അടുത്ത് ഈ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ദ ഡിഫറൻസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ആൻഡ് 2 in the middle of 6 consecutive natural numbers. അടുത്തടുത്തുള്ള 6 എണ്ണ സംഖ്യകളിൽ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അടുത്തടുത്തുള്ള 6 എണ്ണ സംഖ്യകൾ നോക്കാം. എണ്ണ സംഖ്യകൾ തുടക്കത്തിൽ തന്നെ എടുക്കാം കേട്ടോ. സോ 1 2 3 4 5 6. These are 6 consecutive natural numbers അല്ലേ. അടുത്തടുത്തുള്ള 6 എണ്ണ സംഖ്യകളല്ലേ. നമുക്ക് ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം. അത് നമുക്ക് അറ്റത്തുള്ള രണ്ട് സംഖ്യകൾ എടുക്കാം. ഏതൊക്കെ എടുക്കാം? അറ്റത്തുള്ള രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 6 അല്ലേ. സോ 1 into 6 എന്നിട്ട് നമുക്ക് 1 into 6 6 കിട്ടും. അടുത്ത് 3 into 4 നടുക്കുള്ള രണ്ട് സംഖ്യകളല്ലേ വേണ്ടത്. സോ 3 into 4 12. ഓക്കെ 12. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6 ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6 എന്നിരിക്കട്ടെ. ലെറ്റ് ദീസ് ബി ദ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ദ ടു നമ്പേഴ്സ് അറ്റ് എൻഡ് ഏതാണ്? 1 into 6 equal to 6 and product of two numbers in the middle 3 into 4 equal to 12. So the difference is 6. So the difference is 6. അടുത്ത നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെറ്റ് എടുത്താൽ 3, 4, 5, 6, 7, 8. ഇതെന്താണ്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. സോ ആദ്യം പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എണ്ണ സംഖ്യ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഇതിൽ നോക്കിയാൽ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 3 into 8. 3 into 8. അപ്പോൾ നിങ്ങളിത് നോട്ട് ആക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളായിട്ട് തന്നെ ആ സെന്റൻസ് എഴുതിക്കണം കേട്ടോ. ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആ മനസ്സിലാക്കി എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾ അതിൽ ക്യാപ്പബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ത് വരും? 24 അല്ലേ. 3 into 8 24. ഇനി മിഡിലുള്ള പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിന്റെ മിഡിൽ എന്ത് വരും? 5 into 6 is 30. So what is the difference? Difference is 6. So ഇവിടെയും 6 ഇവിടെയും 6 തന്നെ കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിന്റെ എന്ത് ചെയ്യാം? നമുക്ക് ജനറലൈസേഷൻ എഴുതിയാലോ. ജനറലൈസേഷൻ എഴുതാം. ജനറലൈസേഷൻ എഴുതുമ്പോൾ ഇന്ന് വേറെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെ നമ്പേഴ്സ് എഴുതാം കേട്ടോ. വേണമെങ്കിൽ 9 8 സോറി 9 10 ഞാൻ താഴോട്ടല്ലോ, നമുക്ക് അസെൻഡിങ് ഓർഡർ അല്ലേ 8 9 10 11 12 13 എന്തോരും ചെയ്യുമ്പോൾ ഫസ്റ്റ് 8 into 13 ആണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതെന്തോരും 8 into 13 116 വരും. ഓക്കെ, 116 എന്ന് വരും. സോറി 8 into 13 അല്ലേ വരുന്നത്. സോറി 8 into 13 is 104 അല്ലേ. 104 ആണ് വരിക. സോ 8 times 10 into 8 80, 3 into 8 24, so it's 104. Then 10 into 11 into 11 എന്ത് വരും? 110. So what is the answer? Difference 6. Okay, difference എന്ത് വരും? 6 വരും. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ജനറൽ ഫോം ഉണ്ടാക്കിയല്ലോ. ജനറൽ ഫോം വേണ്ടേ? ജനറൽ ഫോം വേണം. സോ ഇതിന്റെ ജനറൽ ഫോം നമുക്ക് എടുക്കാം. സോ 6 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കും? കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 5. ഇതാണെന്ത്? നമ്മുടെ അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ അല്ലെ. അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ നമുക്കത് ഇങ്ങനെ എടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്കിതിന്റെ അറ്റത്തുള്ള നമ്പേഴ്സിന്റെ ഗുണനഫലം എൻസിലുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ്
ends. അറ്റത്തുള്ള സംഖ്യയുള്ള ഗുണനഫലം നമുക്ക് എങ്ങനെ എടുക്കാം? x into x plus 5. So what will be the answer? x square plus 5x. അതായത് x into x x square, x into 5 5x. Next, product of numbers in middle അല്ലേ? Product of numbers at middle. Middle ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? x plus 2 x plus 3. So x plus 2 into x plus 3. ഇത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x into x x square, x into 3 plus 3x, 2 into x plus 2x, 2 into 3 plus 6. So then simplify ചെയ്ത് കഴിഞ്ഞാൽ it is x square plus 3x plus 2x is 5x plus 6. So from these two equations it is clear that difference എന്തായിരിക്കും? ഡിഫറൻസ് 6 ആയിരിക്കും എന്നുള്ള രീതിയിൽ നിന്ന് ക്ലിയർ ആണ്. കാരണം ഇവിടെ നിന്നാണ് x square plus 5x, ഇവിടെ x square plus 5x plus 6. So this 6 will be the difference between these two products. So comparing equation 1 and 2, we can say that 6 will be the difference between these two product. Okay. അപ്പോൾ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലത്തിന്റെ ഡിഫറൻസ്, പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. ദിസ് ഫ്രം ഇക്വേഷൻ കമ്പയറിംഗ് 1 ഇക്വേഷൻ ആൻഡ് 2 നമുക്കത് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ജനറലൈസേഷൻ എഴുതാം. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, സൊല്യൂഷൻ കുറച്ച് എഴുതാനുണ്ട്. സോ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.